ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്തോന്നൊന്ന് വിളി കേട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും സന്തോഷമായിരിക്കുന്നേ. കാരണം എന്താ? ഈശോയെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക അല്ലേ? എല്ലാവർക്കും വലിയ സന്തോഷമായി ഈശോയെക്കുറിച്ച് പഠിക്കുന്നതിന് അല്ലേ? അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഈശോയെക്കുറിച്ച് ഇന്ന് നമുക്ക് കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം. അതിനു മുൻപ് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു, കാത്തു സംരക്ഷിച്ചു അല്ലേ? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹപിതാവേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുകയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും കാത്തു സംരക്ഷിച്ച് ഇന്ന് വീണ്ടും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹപിതാവേ, ഈശോയെ അനുഭവിച്ച ജനത്തെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും പഠിക്കുവാൻ ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഞങ്ങൾ ഈശോയെക്കുറിച്ച് പഠിച്ചു. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ നിമിഷം ഞങ്ങളിൽ ഓരോരുത്തരിലും നിറയ്ക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാം അങ്ങ് ഈ നിമിഷം അനുഗ്രഹിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും ഇരിക്കുക. ഈശോയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. എന്തിനെക്കുറിച്ചാണ്? ഈശോയെ എന്തിൻ്റെയാണ് പഠിച്ചേ? ഈശോയുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ് പഠിച്ചതല്ലേ? എവിടെയാണ് ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ജോർദാൻ നദിയിലാണ്. ആരാ ഈശോയ്ക്ക് സ്നാനം നൽകിയതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്നാപക യോഹന്നാൻ. നിങ്ങൾ നല്ല മിടുക്കരാണല്ലോ, പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തിരിപ്പുണ്ട് അല്ലേ? ഈശോയുടെ ജ്ഞാനസ്നാനം എന്തിനെയായിരുന്നു സൂചിപ്പിക്കുന്നത്? അവിടുന്ന് കാൽവരിയിൽ അർപ്പിക്കാനിരുന്ന ബലിയെയും അവിടുത്തെ മഹത്വപൂർണമായ ഉയർപ്പിനെയും അല്ലേ? അതുപോലെ ഈശോയുടെ മാമോദീസ മുഖ്യ തിരുനാളിന് നമ്മൾ എന്തെന്നാ പറയുന്നത്? ദനഹ തിരുനാൾ അല്ലേ? ഈശോയുടെ മാമോദീസയെ അനുസ്മരിക്കുന്ന തിരുനാള് ദനഹ തിരുനാളാ. അതെന്നാ ആചരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർത്ത് നോക്കിയേ. ജനുവരി 6. മിടുക്കര് പിള്ളേരാണ്. നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിപ്പുണ്ട്. ജനുവരി 6-ാം തീയതി അല്ലേ? ഈ ദനഹ തിരുനാളിന് വേറെ 2 പേര് കൂടിയുണ്ട്. എന്തൊക്കെയായിരുന്നു? പിണ്ടികുത്തി തിരുനാളെന്നും രാക്കുളി തിരുനാളെന്നും അല്ലേ? ആരാധനക്രമ വത്സരത്തിലെ എത്രാമത്തെ കാലമാണ് ദനഹാകാലം? 3-ാമത്തെ കാലമാണ്. ഈ 3 കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 1-ാമത്തെ കാലം മംഗളവാർത്താ കാലമാണ്, 2-ാമത്തെ കാലം പിറവിക്കാലമാണ്, 3-ാമത്തെ കാലം ദനഹാകാലമാണ്. അങ്ങനെ 3 കാലം നമ്മൾ പഠിച്ചല്ലേ? നമ്മുടെ ജീവിതം മുഴുവനും നമ്മൾ മാമോദീസ സ്വീകരിച്ച് ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും നമ്മൾ പങ്കുകാരാകുകയാണ് നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മുടെ മാമോദീസായിലൂടെ നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്നു, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. വലിയ സന്തോഷമല്ലേ അത് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠമെന്ന് പറയുന്നത് പ്രലോഭനങ്ങളെ അതിജീവിച്ച് ഈശോയെക്കുറിച്ചാണ്. എന്തിനെക്കുറിച്ചാ? പ്രലോഭനങ്ങളെ അതിജീവിച്ച് ഈശോയ്ക്ക് ജീവിതത്തിലുണ്ടായ പ്രലോഭനങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഈശോ പ്രലോഭനങ്ങളെ അതിജീവിച്ചതെന്ന്. നമുക്കത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും നമുക്ക് ശ്രവിക്കാം. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. സാറ് തിരുവചനം വായിക്കുമ്പോൾ ഈശോ സംസാരിക്കുക. നമ്മളോട് ഓരോരുത്തരോടും ഈശോ സംസാരിക്കുന്നത് തിരുവചനത്തിലൂടെയാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വളരെ ഭക്തിയോടെ ഈ തിരുവചനം നിങ്ങൾ ശ്രവിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായമാണ് സാറ് വായിക്കുന്നത്. മരുഭൂമിയിലെ പരീക്ഷ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭനൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല
ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്നെഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോകുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്നെഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എല്ലാവരും ഒന്ന് വെച്ചേ പറഞ്ഞേ സന്തോഷത്തോടെ, നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോയെ പരീക്ഷിക്കുവാൻ പിശാച് വന്നതിനെക്കുറിച്ചാണ് നമ്മൾ തിരുവചനത്തിൽ വായിച്ചതല്ലേ. ഈശോയെ പരീക്ഷിക്കാൻ പിശാച് വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഒരു വിജന പ്രദേശത്തേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹം 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ആ ദിവസങ്ങളിൽ അദ്ദേഹം ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. 40 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ പിശാച് യേശുവിനോട്, അങ്ങു ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ ആജ്ഞാപിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവനോട്, മനുഷ്യൻ കേവലം അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നെഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. തുടർന്ന് പിശാച് യേശുവിനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ സകല സാമ്രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അദ്ദേഹത്തെ കാണിച്ചിട്ട്, ഈ സാമ്രാജ്യങ്ങളുടെ എല്ലാം ആധിപത്യവും ഇവയുടെ മഹത്വവും ഞാൻ നിനക്ക് തരാം. ഇവയെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവന് ഞാനിത് കൊടുക്കുകയും ചെയ്യുന്നു. നീ എന്റെ മുമ്പിൽ ഒന്ന് വീണു വണങ്ങുമെങ്കിൽ ഇതെല്ലാം നിനക്കുള്ളതായി തീരും എന്ന് പിശാച് യേശുവിനോട് പറഞ്ഞു. അപ്പോൾ യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ വണങ്ങി അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ പിശാച് യേശുവിനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദൈവാലയത്തിന്റെ ഗോപുരാഗ്രത്തിൽ നിർത്തിയിട്ട്, അങ്ങ് ദൈവപുത്രനാകുന്നുവെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. ദൈവം തന്റെ ദൂതന്മാരോട് അങ്ങയെ കാത്തു സംരക്ഷിക്കാൻ കൽപ്പിക്കും. അവർ അങ്ങയുടെ പാദങ്ങൾ കല്ലിൽ മുട്ടാതെ അങ്ങയെ അവരുടെ കരങ്ങളിലേന്തും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനുത്തരമായി യേശു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പരീക്ഷണങ്ങളെല്ലാം പരിസമാപിച്ചപ്പോൾ മറ്റൊരവസരം കാത്ത് പിശാച് അദ്ദേഹത്തെ വിട്ടുപോയി. നിങ്ങൾ കണ്ടോ എങ്ങനെയാണ് പിശാച് ഈശോയെ സമീപിച്ചതെന്ന്? നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ടല്ലേ, സാത്താനൊരു സൂത്രക്കാരൻ പമ്മി പമ്മി വരുന്നുണ്ട്. കേട്ടിട്ടില്ലേ നിങ്ങളത്? ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാ. സാത്താൻ വളരെ സൂത്രക്കാരനാ. അവൻ പമ്മി പമ്മി പിടിക്കാൻ വേണ്ടിയിട്ട് വരും. നമ്മൾ ആരും അറിയല. ഇതുപോലെ ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപായി 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവപിതാവുമായി ഗാഠമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ മരുഭൂമിയിലെ ഉഷ്ണക്കാറ്റിൽ, ആ ചൂട് മുഴുവനും സഹിച്ച് ആഹാരമൊന്നും കഴിക്കാതെ ജലമൊന്നും കഴിക്കാതെ 40 ദിവസം ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ നമ്മുടെ സൂത്രക്കാരനായ പിശാച് പമ്മി പമ്മി ഈശോയുടെ അടുത്ത് വന്നു. നിങ്ങൾ വീഡിയോയിൽ കണ്ടു അല്ലേ? സൂത്രക്കാരനാ പിശാച് പമ്മി പമ്മി വന്ന് ഈശോയോട് ചോദിച്ചു, നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? ഈശോയോട് എന്താ ചോദിച്ചത്? നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? ഈശോ പറഞ്ഞു, ഉണ്ട്. എന്നാൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. എന്തു പറഞ്ഞു? വിശക്കുന്നുണ്ടെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. തന്നിലുള്ള ദൈവീക ശക്തി സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാനുള്ള ഒരു പ്രേരണയായിരുന്നു അത്. എന്തായിരുന്നു മക്കളെ?
ഈശോയിലുള്ള ദൈവിക ശക്തി സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു പ്രേരണയായിരുന്നു, പിശാചിൻ്റെ പ്രേരണയായിരുന്നു അത്. ഈശോ തിരുവചനത്താൽ ഈ പ്രലോഭനത്തെ തോൽപ്പിക്കുകയാണ്. ഈശോ പറയുകയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്താ ഈശോ പിശാചിനോട് പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ പിശാചിന് തോന്നി, ഇവൻ ചില്ലറക്കാരനല്ല, ഇവനെ അത്ര പെട്ടെന്ന് വീഴിക്കാൻ പറ്റിയല്ല എന്ന് തോന്നി. അനന്തരം പിശാച് ഈശോയെ ജെറുസലേം നഗരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ദേവാലയമുണ്ട്, ജെറുസലേം ദേവാലയം. 40 സംവത്സരം കൊണ്ട് പണിതതാണ് ജെറുസലേം ദേവാലയം. ആ വലിയ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ ഈശോയെ കയറ്റി നിർത്തി. ഈശോയെ കയറ്റി നിർത്തിയിട്ട് സാത്താൻ ഈശോയോട് പറഞ്ഞു, നീ താഴേക്ക് ചാടുക, ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും. എന്താ പറഞ്ഞത്? നീ താഴേക്ക് ചാടുക, ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് പറഞ്ഞു. തന്നിലുള്ള ആ ദൈവിക ശക്തി പ്രശസ്തിക്ക് വേണ്ടിയിട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിശാച് വീണ്ടും ഈശോയെ പരീക്ഷിച്ചത്. ഈശോ പിശാചിനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു. എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു. ആ പ്രലോഭനവും ഈശോയുടെ അടുത്ത് വിലപ്പോയില്ല. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, വലിയൊരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ മലയുടെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ഈ ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളും, മുഴുവൻ കെട്ടിടങ്ങളും, മുഴുവൻ സ്ഥലങ്ങളും ഈശോയെ കാണിച്ചു. എല്ലാം വളരെ ഭംഗിയിൽ ഈശോയെ ഇങ്ങനെ കാണിച്ചിട്ട് ഈശോയോട് പറഞ്ഞു, നീ സാഷ്ടാംഗം വീണ് എന്നെ പ്രണമിച്ചാൽ ഈ കാണുന്ന എല്ലാ സ്ഥലങ്ങളും, എല്ലാ കെട്ടിടങ്ങളും എല്ലാം നിനക്ക് ഞാൻ നൽകും. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കണം. അപ്പോൾ ഈശോ അധികാരത്തിന് വേണ്ടിയിട്ടാണ് ഈശോ അവിടെ പരീക്ഷിക്കപ്പെടുന്നത്. ഈശോ പറഞ്ഞു, സാത്താനെ ദൂരെ പോകുക. എന്നിട്ട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈശോയ്ക്ക് നല്ല ദേഷ്യം വന്നു. ഈശോ സാത്താനോട് പറയുകയാണ്, സാത്താനെ ദൂരെ പോകുക, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ സൂത്രക്കാരനായ സാത്താൻ പതുക്കെ പമ്മി ഈശോയെ വിട്ടുപോവുകയാണ്. നമ്മൾ കണ്ടു അല്ലേ, വീഡിയോയിൽ നമ്മൾ കണ്ടു. ഈശോ അധികാരം, സമ്പത്ത്, സുഖലോലുപത, 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ പരീക്ഷിക്കപ്പെട്ടത്. മക്കളൊന്ന് പറഞ്ഞേ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് 3 കാര്യങ്ങൾ ഏതൊക്കെയാ? അധികാരം, സമ്പത്ത്, സുഖലോലുപത, 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ പരീക്ഷിക്കപ്പെട്ടത്. പക്ഷേ ഈശോ അതെല്ലാം അതിജീവിച്ചു. നോമ്പും പ്രാർത്ഥനയും ഉപവാസവും വഴി ആത്മബലം നേടിയതിനാലാണ് ഈശോയ്ക്ക് പ്രലോഭകനായ പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. എങ്ങനെയാണ് ഈശോയ്ക്ക് പ്രലോഭകനായ പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്? നോമ്പും പ്രാർത്ഥനയും ഉപവാസവും വഴി ആത്മബലം നേടി. നമുക്കറിയാം, 40 ദിവസം ഈശോ മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിച്ചു അല്ലേ? ആ നോമ്പിൻ്റെയും ഉപവാസവും പ്രാശ്ചിത്വവും വഴി ആത്മബലം നേടിയത് കൊണ്ടാണ് ഈശോയ്ക്ക് പ്രലോഭകനായ പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. പത്രോസ്ലീഹ പറയുന്നത്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാ അലറുന്ന സിംഹം? വിശന്ന് കൂട്ടിൽ കിടക്കുന്ന സിംഹം വിശന്ന് കഴിയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അലറും അല്ലേ? ഇങ്ങനെ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചാണ് പിശാച് നടക്കുന്നതെന്ന് പത്രോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രലോഭനങ്ങളിൽ നമ്മൾ അതിജീവിക്കണമെങ്കിൽ നമുക്ക് വചനാധിഷ്ഠിതമായ ഒരു ജീവിതം വേണം. ഈശോ നമുക്കറിയാം, തിരുവചനത്താലാണ് പ്രലോഭനത്തെ അതിജീവിച്ചത് അല്ലേ? ഈശോ തിരുവചനം കൊണ്ടാണ് പിശാചിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇതുപോലെ നമ്മളും വചനാധിഷ്ഠിതമായ ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ
നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളെ നമുക്ക് അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഈശോ പറയുന്നത് അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യമെന്ന് ഈശോ പറയുക. ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഈശോ ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ സങ്കീർത്തനം 119, 105 പറയുന്നത് കർത്താവിൻ്റെ വചനം നമുക്ക് പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കണമെന്നാണ്. എന്താണ്? കർത്താവിൻ്റെ വചനം നമ്മുടെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാകണം. എങ്ങനെയാണ് കർത്താവിൻ്റെ വചനം നമുക്ക് പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാകുന്നത്? മദർ തെരേസയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? കേട്ടിട്ടില്ലേ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധിയായിരുന്നു മദർ തെരേസ അല്ലേ? നമ്മുടെ ലോകത്തിൻ്റെ മുഴുവനും അമ്മയായിട്ട് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ് മദർ തെരേസ. ഈ മദർ തെരേസയെ ഒരു വിശുദ്ധിയാക്കി തീർത്തത്, ലോകത്തിൻ്റെ മുഴുവനും അമ്മയാക്കി തീർത്തത് നമ്മുടെ തിരുവചനത്തിലെ ഒരു വചനമാണ്. നമ്മുടെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ ഒരു വചനമാണ് മദർ തെരേസയെ ഒരു വിശുദ്ധിയാക്കി തീർത്തത്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ഈ വചനമാണ് മദർ തെരേസയെ ഒരു വിശുദ്ധിയാക്കി തീർത്തത്. മദർ പറയുകയാണ്, ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ കുഷ്ഠരോഗികളിലും, എല്ലാ പാവങ്ങളിലും, എല്ലാ കുഞ്ഞുങ്ങളിലും, എല്ലാ അനാഥരിലും, എല്ലാ പാവപ്പെട്ടവരിലും വൃദ്ധരിലുമെല്ലാം ഞാൻ യേശുവിൻ്റെ മുഖം ദർശിച്ചുവെന്ന്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അതാണ് നമ്മുടെ തിരുവചനം പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകുമെന്ന് പറയുന്നത്. വചനമനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ പാറപ്പുറത്ത് ഭവനം പണിത വിവേകമുള്ള മനുഷ്യന് തുല്യനാകും. എന്താ പാറപ്പുറത്ത് ഭവനം പണിയുന്ന മനുഷ്യൻ്റെ പ്രത്യേകത? അവിടെ വലിയ കാറ്റടിച്ചാലും വെള്ളപ്പൊക്കമുണ്ടായാലും അതിനൊരു കേട് സംഭവിക്കുകയില്ല. നമുക്കറിയാം, മണലിൽ നമ്മൾ വീട് പണിതാൽ കാറ്റടിച്ചാലോ വെള്ളപ്പൊക്കമുണ്ടായാലോ അത് തകർന്നു പോകും അല്ലേ? വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു തകർച്ചയും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞു മക്കൾ പ്രത്യേകം ഓർത്തിരിക്കണം, നമ്മൾ ഓരോരുത്തരും വചനാധിഷ്ഠിതമായ ഒരു ജീവിതം, എന്നും വചനം വായിക്കുന്ന, വചനം പഠിക്കുന്ന, വചനം പങ്കുവെക്കുന്ന ഒരു ജീവിതം കുഞ്ഞുങ്ങളായി നമ്മൾ നയിക്കണം. അതുപോലെ ഈ പ്രലോഭനങ്ങളെ നമ്മളെ അതിജീവിക്കുവാൻ ശക്തരാക്കുന്നത് നോമ്പും ഉപവാസവുമാണ്. ഈശോയെ ശക്തരാക്കി എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താ? ഈശോ 40 ദിവസം നോമ്പും ഉപവാസവും എടുത്തത് കൊണ്ടല്ലേ? ഇതുപോലെ കുഞ്ഞുങ്ങളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കണമെങ്കിൽ നമുക്കും നോമ്പും ഉപവാസവും വേണം. മാർത്തോമാ നസ്രാണികളെ പാശ്ചാത്യ മിഷണറിമാർ നോമ്പിൻ്റെ സ്നേഹിതർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്താണ്? നോമ്പിൻ്റെ സ്നേഹിതർ എന്നാണ് നമ്മളെ വിളിച്ചേക്കുന്നത് കേട്ടോ. പാശ്ചാത്യ മിഷണറിമാർ നമ്മളെ വിളിക്കുന്നത് നോമ്പിൻ്റെ സ്നേഹിതർ എന്നാണ്. സീറോ മലബാർ സഭയ്ക്ക് നോമ്പിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ 5 നോമ്പുകളാണ് നമ്മുടെ സഭ ആചരിക്കുന്നത്. എത്ര നോമ്പുകൾ ആചരിക്കുന്നുണ്ട്? 5 നോമ്പുകൾ. ഈശോയുടെ ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായി 50 നോമ്പ്, ഈശോയുടെ ജന്മ തിരുനാളിന് ഒരുക്കമായി 25 നോമ്പ്, മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളിന് ഒരുക്കമായി 15 നോമ്പ്, മാതാവിൻ്റെ ജന്മ തിരുനാളിന് ഒരുക്കമായി 8 നോമ്പ്, 50 നോമ്പ് ആരംഭിക്കുന്നതിന് 18 ദിവസം മുമ്പുള്ള 3 നോമ്പ്. അങ്ങനെ 5 നോമ്പുകളാണ് നമ്മുടെ സീറോ മലബാർ സഭയിൽ നമ്മൾ ആചരിക്കുന്നത്. മറന്നു പോകരുത്. 50 നോമ്പ്, 25 നോമ്പ്, 15 നോമ്പ്, 8 നോമ്പ്, 3 നോമ്പ്. ഈ നോമ്പ് കാലത്ത് ഉപവസിക്കണം നമ്മളല്ലേ? ഉപവാസം എന്നാൽ കൂടെ വസിക്കൽ എന്ന അർത്ഥം. ആരോട് കൂടെ വസിക്കുന്നു? ഈശോയോട് കൂടെ വസിക്കുക. നോമ്പ് കാലത്ത് നമ്മൾ ഈശോയോട് കൂടെ വസിക്കുകയാണ്. അതുപോലെ നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ പ്രാർത്ഥന എത്രമാത്രം ആവശ്യമാണെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുക. ഈശോ പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ലേ? അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന്. നമ്മൾ ഓരോരുത്തരും പ്രലോഭനത്തിൽ ഉൾപ്പെടുമെന്ന് ഈശോയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈശോ പ്രാർത്ഥന നമ്മളെ സുന്ദരമായി പഠിപ്പിച്ചു. നമ്മളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം നമ്മളെ ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് നയിക്കണം. എങ്ങനെയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടത്? നമ്മൾ പാവങ്ങളെ സഹായിക്കണം, നമ്മൾ അനാഥ മന്ദിരങ്ങൾ സന്ദർശിക്കണം, നമ്മൾ സ്കൂളിൽ
പാവപ്പെട്ട കുട്ടികളെ നമ്മൾ സഹായിക്കണം. അങ്ങനെ നമുക്ക് ഏതെല്ലാം തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ അതെല്ലാം ഈ നോമ്പ് കാലത്ത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ നോമ്പ് കാലം ആരാധനാക്രമ മത്സരത്തിലെ 4ാമത്തെ കാലമാണ് നോമ്പ് കാലം. ആരാധനാക്രമ മത്സരത്തിലെ എത്രാമത്തെ കാലമാണ് നോമ്പ് കാലം? 4ാമത്തെ കാലമാണ് നോമ്പ് കാലം. ഉയർപ്പ് തിരുനാളിന് 7 ആഴ്ച മുൻപ് ആണ് നോമ്പ് കാലം ആരംഭിക്കുന്നത്. നോമ്പ് ആരംഭിക്കുന്ന ഞായറാഴ്ച നമ്മൾ പേതുർത്ത എന്നാണ് വിളിക്കുന്നത്. എന്തെന്നാ വിളിക്കുന്നത്? പേതുർത്ത. അത് നമ്മൾ മറന്നു പോവുകയല്ലേ? പേതുർത്ത എന്നാണ് വിളിക്കുന്നത്. അന്ന് സന്ധ്യ മുതലാണ് നോമ്പ് ആചരിക്കുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വിഭൂതിയായിട്ട് ആചരിക്കുന്നു. ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട് ഒരു പുതിയ ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളിയിൽ പോയി നെറ്റിയേൽ ചാരം കൊണ്ട് കുരിശ് വരച്ച് നമ്മൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് അല്ലേ? നിങ്ങൾ ഓർക്കുന്നില്ലേ? ഈ നോമ്പ് കാലം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് എന്താ? നമ്മുടെ പാപങ്ങളോർത്ത് അനുതപിക്കുവാനും അവയ്ക്ക് പരിഹാരം അന്വേഷിച്ച് ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട ഒരു പുതിയ ജീവിതം നയിക്കുവാനുമാണ് നോമ്പ് കാലം നമ്മളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നത്. എന്താ നോമ്പ് കാലം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്? നമ്മുടെ പാപങ്ങളോർത്ത് അനുതപിക്കണം, അവയ്ക്ക് പരിഹാരം അന്വേഷിച്ച് ഈശോയിൽ നവീകരിക്കപ്പെട്ട ഒരു പുതിയ ജീവിതം നയിക്കണം. ഇതാണ് നോമ്പ് കാലം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. നോമ്പിൻ്റെ അവസാനത്തെ ആഴ്ച നമ്മൾ വിശുദ്ധ വാരമായിട്ടാണ് ആചരിക്കുന്നത്. എന്തായിട്ടാണ് ആചരിക്കുന്നത്? വിശുദ്ധ വാരം. നമ്മുടെ കാർന്നാമാരൊക്കെ പറയും വലിയ ആഴ്ച. ആഴ്ചയ്ക്ക് നീട്ടമുള്ളത് കൊണ്ടാണോ? അല്ല, നമ്മൾ വിശുദ്ധമായിട്ട് ആചരിക്കുന്നു. ഓശാന ഞായറാഴ്ചയാണ് വിശുദ്ധ വാരത്തിൻ്റെ തുടക്കം. എന്നാണ് ഓശാന ഞായറാഴ്ച. ഓശാന ഞായറാഴ്ച ഈശോയുടെ ജെറുസലേം പ്രവേശനമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കുരുത്തോലകൾ ഏന്തി കൈ പിടിച്ച് നിലത്ത് കുരുത്തോലയൊന്നും വെക്കാതെ നമ്മൾ കുർബാനയുടെ സമയം മുഴുവനും കുരുത്തോല കൈ പിടിച്ചിരിക്കും അല്ലേ? ഈശോയുടെ ജെറുസലേം ദേവാലയ പ്രവേശനമാണ് നമ്മൾ ആചരിക്കുന്നത്. നമുക്കറിയാം, ഒലിവിൻ ചില്ലകളും കുരുത്തോലകളും വേണ്ടി വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ച് ഈശോയെ സ്വീകരിച്ചു. നിങ്ങൾ ഓർക്കുന്നില്ലേ തിരുവചനത്തിൽ നമ്മൾ വായിച്ചത്? രണ്ടാമതായി നമ്മൾ പെസഹ വ്യാഴാഴ്ചയാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് പെസഹ വ്യാഴാഴ്ച. പെസഹ വ്യാഴാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈശോ വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും സ്ഥാപിച്ചത് പെസഹ വ്യാഴാഴ്ചയാണ്. മക്കളെ, നമ്മൾ മറന്നു പോകരുത്. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും പൗരോഹിത്യം സ്ഥാപിച്ചതും പെസഹ വ്യാഴാഴ്ചയാണ്. അന്ത്യത്താഴവേളയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാ, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. കാസ എടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാ, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അതുപോലെ പൗരോഹിത്യം സ്ഥാപിച്ചതും എന്ന പെസഹ വ്യാഴാഴ്ച. പിന്നെ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച പിറ്റേ ദിവസം അല്ലേ? നമുക്കെല്ലാം വലിയ വിഷമമുള്ള ദിവസമാണ്. ഈശോയുടെ പീഡാനുഭവം, കുരിശ് മരണം, അടക്കം ചെയ്യൽ, ഇതാണ് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുന്നത്. നമ്മളന്ന് പള്ളിയിൽ ഈശോയുടെ പീഡാനുഭവ വായനയുണ്ട്, കുരിശിൻ്റെ വഴിയുണ്ട്, കുരിശ് വണക്കമുണ്ട്, കയ്പ് നീര് കുടിക്കലുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ തിരുക്കർമ്മങ്ങളിലൂടെ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച കടന്നു പോകും ഇല്ലേ? ഇനി ഉയർപ്പ് ഞായറാഴ്ച, തിരുനാളുകളുടെ തിരുനാൾ എന്നറിയപ്പെടുന്ന ഞായറാഴ്ചയാണ് ഉയർപ്പ് ഞായറാഴ്ച അല്ലേ? ഏറ്റവും വലിയ തിരുനാളാണ്. തിരുനാളുകളുടെ തിരുനാൾ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. അത് നമ്മൾ ഞായറാഴ്ച ആചരിക്കുന്നു. നിങ്ങളെല്ലാം ഓർക്കുന്നില്ലേ? നമ്മളറിയാം, കല്ലറയിൽ നിന്ന് ഈശോ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് നമ്മൾ വളരെ അതിശയത്തോടു കൂടി നോക്കി നിൽക്കും അല്ലേ? ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഉയർത്തിയ തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. അപ്പോൾ ഈശോ പ്രലോഭനത്തെ അതിജീവിച്ചത് എങ്ങനെയാണ്? നോമ്പും ഉപവാസവും പ്രാർത്ഥനയും വഴി ആത്മബലം നേടിയതാ. നിങ്ങൾ പഠിച്ച കാര്യം ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? പിശാച് വന്നതൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാതെ നിൽപ്പുണ്ടല്ലേ? ഈശോ പ്രലോഭനങ്ങളെ അതിജീവിച്ചത് നോമ്പും പ്രാർത്ഥനയും ഉപവാസവും വഴി ആത്മബലം നേടിയതിനാണ്. നമ്മുടെ ജീവിതത്തിലും ധാരാളം പ്രലോഭനങ്ങളുണ്ടാകും. എപ്പോഴും പ്രലോഭനങ്ങളാണ്. കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് കോപ്പി അടിക്കാൻ തോന്നും, അതുപോലെ മാതാപിതാക്കളോട് വഴക്ക് കൂടാൻ തോന്നും, സഹോദരങ്ങളോട് വഴക്ക് കൂടാൻ തോന്നും, ചീത്ത വാക്കുകൾ പറയാൻ തോന്നും, ചള്ള് സിനിമകൾ കാണാൻ തോന്നും, ഫോണിലും ഇൻ്റർനെറ്റിലും എല്ലാം കയറി ടിക്ടോക്കും പബ്ജിയൊക്കെ കളിക്കാൻ തോന്നും. ഇതെല്ലാം പിശാചിൻ്റെ പരീക്ഷണമാണ്,
പ്രലോഭനമാണ്. ഇതിൽ നിന്നെല്ലാം അതിജീവിക്കണമെങ്കിൽ നമ്മളും ഈശോയെപ്പോലെ പ്രാർത്ഥനയിലും വചനത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചാലേ നമുക്ക് ഓരോരുത്തർക്കും ഇത് സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിച്ചത്. ഈശോ നമ്മുടെ കൂടെ വസിക്കണം. അപ്പോൾ ഈശോ നമ്മുടെ കൂടെ വസിക്കാൻ എന്ത് ചെയ്യണം? നമ്മളും ഈശോയോട് കൂടെ വസിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ഈശോയെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഈശോ എങ്ങനെയാണ് പ്രലോഭനത്തെ അതിജീവിച്ചതെന്ന് നമ്മൾ വളരെ വ്യക്തതയോടെ പഠിച്ചു. അതേപോലെ ആരാധനക്രമ മത്സരത്തിലെ 4-ാമത്തെ കാലമാണ് നോമ്പുകാലം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? നോമ്പുകാലം എന്താ ആഹ്വാനം ചെയ്യുന്നത്? നമ്മുടെ പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കുവാനും അവയ്ക്ക് പരിഹാരമന്വേഷിച്ച് യേശുവിൽ നവീകരിക്കപ്പെട്ട ഒരു പുതിയ ജീവിതം നയിക്കുവാനുമാണ് നോമ്പുകാലം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. വിശുദ്ധ വാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? വിശുദ്ധ വാരത്തെക്കുറിച്ച് പഠിച്ചു. ഏറ്റവും ഭക്തിയോടെ ആചരിക്കേണ്ട ഒരു ആഴ്ചയാണ് വിശുദ്ധ വാരം എന്ന് നമ്മൾ പഠിച്ചു. പെസഹ വ്യാഴാഴ്ച വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് നമ്മൾ പഠിച്ചു. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും പൗരോഹിത്യം സ്ഥാപിക്കുകയും ചെയ്ത ദിവസമാണ് പെസഹ വ്യാഴാഴ്ച. ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ പീഡാനുഭവം, കുരിശുമരണം, ഈശോയെ അടക്കം ചെയ്യൽ, അതുപോലെ ഞായറാഴ്ച ഈശോയുടെ ഉയർപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കും എന്ത് നേടണം? ആത്മബലം നേടണം അല്ലേ? ആത്മബലം നേടണം. നമ്മൾ താതനും അതുപോലെന്നുള്ള പാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൽ നിത്യം വാഴ്ത്തിടാം. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് വാഴ്ത്തണം. എങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും വഴി ആത്മബലം നേടി നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം. ദൈവത്തെ നമ്മുടെ നാഥനും രക്ഷകനുമായി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അപ്പോൾ വഴി കാട്ടാൻ വേണ്ടിയിട്ടൊരു തിരുവചനം നിങ്ങൾ എല്ലാവരും മറക്കാതെ പഠിക്കണം. ഇപ്പോൾ തന്നെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. നമുക്കറിയാം ഈശോ പ്രലോഭനങ്ങളെ അതിജീവിച്ചത് ഈ തിരുവചനം ഉപയോഗിച്ചാൽ അല്ലേ? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളെയും നമുക്ക് അതിജീവിക്കണമെങ്കിൽ നമ്മൾ തിരുവചനം ഉരുവിട്ടുകൊണ്ട് നമ്മൾ പ്രലോഭനത്തെ അതിജീവിക്കണം. അപ്പോൾ ഈ തിരുവചനം നിങ്ങളിപ്പോൾ തന്നെ കാണാതെ പഠിക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന്. ഒരു വചനം നിങ്ങൾ കാണാതെ പഠിക്കണമെന്ന് സാറ് പറഞ്ഞല്ലേ? അത് മാത്രം പോരാ. നമ്മൾ മിടുക്കരാ, നിങ്ങളെല്ലാ കുട്ടികളും മിടുക്കരാ. നിങ്ങൾ പാഠഭാഗത്തിൻ്റെ അവസാനമുള്ള ചോദ്യോത്തരങ്ങളുണ്ടല്ലേ? 5 ചോദ്യോത്തരങ്ങളുണ്ട്. അത് നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തണം. ഈശോയ്ക്ക് എങ്ങനെയാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സാധിച്ചത്? എങ്ങനെയാ? നോമ്പും പ്രാർത്ഥനയും ഉപവാസവും വഴി ആത്മബലം നേടിയതിനാലാണ് അല്ലേ? ഇതുപോലെ 5 ചോദ്യോത്തരങ്ങളുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതണം. എന്നു മുതലാണ് നോമ്പ് തുടങ്ങുന്നത്? അതുപോലെ എത്ര നോമ്പുകളുണ്ട് സീറോ മലബാർ സഭയിൽ? ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങളുള്ളത്. അപ്പോൾ ഈ ചോദ്യോത്തരങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾ അയച്ചു കൊടുത്താൽ മാത്രം പോരാ, അത് കാണാതെ പഠിക്കുകയും ചെയ്യണം. സാർ അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ പഠിച്ചോ ഇല്ലെന്ന് സാറിന് ചോദിക്കും. അപ്പോൾ നിങ്ങളത് കാണാതെ പഠിക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. നമ്മൾ പഠിച്ച വചനമുണ്ടല്ലോ, ഈ പഠിച്ച വചനം ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ധൈര്യമായിട്ടിരിക്കണമെന്നേ, ഒന്നും പേടിക്കണ്ട. എത്ര പ്രലോഭനം ഉണ്ടായാലും നമ്മൾ വചനം പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിനെയെല്ലാം അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി നിങ്ങൾ ആയിരിക്കണം കേട്ടോ. എല്ലാവരും ആയിരിക്കുകയല്ലേ? വചനം പഠിക്കുകയല്ലേ? പഠിക്കും അല്ലേ? വചനം പഠിക്കും, ചോദ്യോത്തരം എഴുതും. അപ്പോൾ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോ എങ്ങനെയാണ് പ്രലോഭനങ്ങളെ അതിജീവിച്ചതെന്ന് ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. സ്നേഹപിതാവേ, ഈശോയ്ക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സാധിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ
നീ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. തിരുവചനം പഠിക്കുവാനും ആ പഠിച്ച വചനം ഉരുവിട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവരും സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നത്? എല്ലാവരും ഈശോയോട് കൂടെ വസിച്ചാൽ ഈശോ നമ്മോട് കൂടെയും വസിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.